കാസർഗോഡ് GUP സ്കൂളിലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണദാസ് എന്നാണ്. എൻ്റെ വീട് പാലക്കാടാണ്. നിങ്ങളുടെ മാഷ് രാജേഷ് മാഷാണ് ഇങ്ങനെ കുറച്ച് കൂട്ടുകാരുണ്ട്, അവരോട് എഴുത്തിൻ്റെയും വായനയെയും കുറിച്ച് ചിലത് പറയണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത്. ഞാൻ 10-30 കൊല്ലം നിങ്ങളെപ്പോലെ കുഞ്ഞു കൂട്ടുകാരുടെ ഒപ്പം മാഷായി ജോലി ചെയ്തിരുന്ന ഒരാളാണ്. ഇപ്പോഴും നിങ്ങളെപ്പോലെയുള്ള കൂട്ടുകാരുടെ ഒപ്പം വർത്താനം പറയുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പം ഞാൻ കുട്ടികളോട് വർത്താനം പറയാറ് അവരുടെ എഴുത്തിനെയും വായനയെയും കുറിച്ചാണ്. അത് പറയുന്നത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. കുട്ടികളുടെ വായനയ്ക്കും എഴുത്തിനും വളരെ പ്രാധാന്യമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുള്ള കാരണം അവർ അവരുടെ മനസ്സുകൊണ്ടാണ് എഴുതുന്നത്, ആ മനസ്സുകൊണ്ടാണ് വായിക്കുന്നത്. അതിൽ യാതൊരു കളങ്കവും ഉണ്ടാവില്ല. അവർ ഒരു കഥ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കഥ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഒരു കവിത വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കവിത എഴുതുമ്പോൾ അത് അവരുടെ മനസ്സുകൊണ്ട് അവർ അനുഭവിച്ച കാര്യങ്ങൾ യാതൊരു കലർപ്പുമില്ലാതെയാണ് എഴുതുക. അതേപോലെ ഒരു കാര്യം വായിക്കുമ്പോൾ അതിൽ പറഞ്ഞ കാര്യം അവരുടെ മനസ്സ് വെച്ചുകൊണ്ടാണ് വായിക്കുക. അപ്പോൾ അതിൽ വേറൊരു കലർപ്പും വേറൊരു ചേരുവയും കടന്നു വരില്ല. ബഡ്ഡിംഗ് റൈറ്റേഴ്സ് എന്ന് അതിന് മുൻപ് പറഞ്ഞിരുന്നത് എഴുത്തുകൂട്ടം എന്നാണ്. എഴുത്തുകൂട്ടം നിലവിൽ വന്ന ആ കാലം തൊട്ട് ആണ് ക്ലാസ് മുറിയിൽ കുട്ടികൾക്ക് ചില അഭിപ്രായമുണ്ടെന്നും അവർക്ക് എഴുതാനും വായിക്കാനും അറിയുമെന്ന് ലോകം തന്നെ അംഗീകരിച്ചത്. അക്കാലത്ത് എല്ലാ ക്ലാസ്സിലും കുട്ടികൾക്ക് പറ്റിയ രചനകൾ അവതരിപ്പിക്കുകയും അതിനെക്കുറിച്ച് എന്ത് മനസ്സിലായി എന്ന് കുട്ടികളോട് ചോദിക്കുകയും ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. അപ്പോഴാണ് കുട്ടികൾ വായിക്കുന്നത് ഏറ്റവും മികവുറ്റ രീതിയിലാണെന്ന് അധ്യാപകർക്ക് പോലും തിരിച്ചറിഞ്ഞത്. അങ്ങനെ ഒരുപാട് വായനാനുഭവങ്ങൾക്ക് ശേഷം അവരോട് ഇഷ്ടമുള്ളത് എഴുതാൻ പറഞ്ഞപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ ലോകം അത്ഭുതപ്പെട്ടത്. കുട്ടികളുടെ മനസ്സിൽ ഇത്രമാത്രം സർഗാത്മകതയുണ്ടെന്നും അത് മുതിർന്ന എഴുത്തുകാരേക്കാൾ മികവുറ്റതാണെന്നും ലോകം തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ്. അക്കാലത്ത് എഴുത്തുകൂട്ടം വഴി കേരളം ഒട്ടുക്ക് നടന്ന ക്ലാസ് മുറിയിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ റിസൾട്ടായിട്ടാണ് പുതുമഴ എന്ന പേരിലൊരു പുസ്തകം എല്ലാ സ്കൂളിലും കൊടുത്തിട്ടുണ്ട്. പുതുമഴ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൽ തന്നെ നിരവധി രചനകളുണ്ട്. അത് വായിക്കുമ്പോൾ അറിയാം കുട്ടികൾ എത്രമാത്രം മികവുറ്റവരാണെന്നുള്ളത്. അതിൻ്റെ തുടർച്ചയാണ് ബഡ്ഡിംഗ് റൈറ്റേഴ്സ് എന്നുള്ള പ്രവർത്തനം SSK കേരളം ഒട്ടുക്ക് ആരംഭിച്ചത്. 3-4 വർഷമായിട്ടുള്ളൂ. അതിൻ്റെ ചുവട് പിടിച്ചാണ് ആ എഴുത്തുകൂട്ടം പരിപാടിയുടെ.
ഇക്കൊല്ലം ആ തരത്തിലാണ് ബഡ്ഡിംഗ് റൈറ്റേഴ്സിൻ്റെ തലക്കെട്ട് തന്നെ, എഴുത്തുകൂട്ടം വായനക്കൂട്ടം. എൻ്റെ അഭിപ്രായത്തിൽ എഴുത്തുകൂട്ടം എന്നതിനേക്കാൾ വായനക്കൂട്ടത്തിനാണ് പ്രാധാന്യം. ആദ്യം വായനയിലേക്ക് കുട്ടികൾ വരിക, അങ്ങനെ നിരവധി രചനകൾ വായിച്ച ആ അനുഭവം വെച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ അത് നിരവധി രചനകൾ വായിക്കുമ്പോഴാണ് കുട്ടികൾ തന്നെ തിരിച്ചറിയുക, ഇതിനേക്കാൾ മഹത്തരമായിട്ടുള്ള ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, എനിക്കും എഴുതാൻ കഴിയും എന്ന് കണ്ടെത്താൻ കഴിയുക. അതിനുള്ളൊരു തുടക്കമായിട്ടാണ് ഈ എഴുത്തുകൂട്ടം എന്ന ഈ പരിപാടി, ഈ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് എന്ന ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതലൊന്നും പ്രസംഗിക്കുന്നില്ല. വായനയിലേക്ക് കുട്ടികൾ വന്ന ചില അനുഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയാണ്. ഒരു രചന ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. പൗറുകാട്ടി പെണ്ണ് എന്നാണ്, ഒരു 3-ാം ക്ലാസ്സിലെ കുട്ടി എഴുതിയതാണ്. പൗറുകാട്ടി പെണ്ണ്. മഞ്ഞയുടുപ്പിട്ട് ഓറഞ്ച് ലിപ്സ്റ്റിക്ക് തേച്ച് പൗറുകാട്ടി പെണ്ണ് മുറ്റത്തെ കുട്ടികളുടെ കളി കാണാൻ മഞ്ഞയുടുപ്പും പൊക്കി ഓടി വന്നു. ഇത് ഒരു 3-ാം ക്ലാസ്സുകാരി എഴുതിയതാണ്. സിയ നസ്രിൻ എന്നാണ് അവളുടെ പേര്. മഞ്ഞയുടുപ്പിട്ട് ഓറഞ്ച് ലിപ്സ്റ്റിക്ക് തേച്ച് പൗറുകാട്ടി പെണ്ണ് മുറ്റത്തെ കുട്ടികളുടെ കളി കാണാൻ മഞ്ഞയുടുപ്പും പൊക്കി ഓടി വന്നു.